ഒരു ജനാഭിപ്രായം എടുക്കാം നമുക്ക്. ഇലക്ഷൻ ഇങ്ങനെ ചൂട് പിടിക്കുമ്പോൾ. നമസ്കാരം. ഇലക്ഷനൊക്കെ ചൂട് പിടിക്കുകയാണല്ലേ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നിങ്ങൾക്ക് ഓട്ടങ്ങളൊക്കെ ഉണ്ടോ? ഒരു നിയോജക മണ്ഡലത്തില് ആരാണ് ജയിക്കാനുള്ള ഒരു സാധ്യത? ജയിക്കുന്നത് രണ്ടു കൂട്ടർക്കും ചാൻസ് ഉണ്ട്. ജയിക്കുകയാണെങ്കിൽ നിസ്സാര മാർജിനിൽ ആരെങ്കിലും ജയിക്കുള്ളൂ. എന്താ ചേട്ടൻ പിന്നെ ആള് ജയിക്കണം എന്നുള്ള എന്തെങ്കിലും ആശയുണ്ടോ? എല്ലാം ഇപ്പോ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ കുറച്ച് പേരുണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ആരാണ് ജയിക്കാനുള്ളൊരു സാധ്യത ഇവിടെ ഞാൻ ചോദിക്കാം. ഒല്ലൂര് ആരാണ് ജയിക്കാനുള്ള ഒരു സാധ്യത? പറയാൻ പറ്റ രാജനാണ് സാധ്യത കൂടുതൽ. ആർക്ക്? രാജേട്ടനാണ് സാധ്യത. എങ്ങനെയുണ്ട് ഓട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ? ഓട്ടങ്ങള് രാജേട്ടൻ വിജയിക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. നമസ്കാരം. ഒല്ലൂര് നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാനുള്ള സാധ്യത? നമ്മളെ രാജേട്ടൻ. പ്രവർത്തനങ്ങൾക്കൊക്കെ ഇറങ്ങാറുണ്ട്. എന്റെ വൈഫൊക്കെ ഫുള്ളായിട്ട് ഇറങ്ങും. നമ്മള് ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ, അതിന് വൈഫൊക്കെ ഇറങ്ങാറുണ്ട്, അമ്മ പോകാറുണ്ട്. ഓക്കെ. പെൻഷൻ കിട്ടുന്നതൊക്കെ കേരളം മുഴുവൻ നോക്കുമ്പോ ആര് വരാനാണ് സാധ്യത? LDF തന്നെയാണ് വീണ്ടും സാധ്യത കാണുന്നത്. പിന്നെ കോൺഗ്രസ് ഇപ്പൊ ചെറിയ പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും അങ്ങനത്തെ കുറെ കുഴപ്പങ്ങളുണ്ട്. ഇനിയിപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ മാറ്റം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവർ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഇനിയിപ്പോൾ സാധാരണക്കാർക്കൊന്നും കുഴപ്പമില്ല പോകുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് മാറേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ പ്രശ്നം വരുന്ന സമയത്ത് മാറ്റിക്കുക, കുഴപ്പമില്ല. ഇപ്പോഴത്തെ അവർ കുഴപ്പമില്ലാണ്ട് തുടരട്ടെ എന്നാണ് ഇപ്പോഴത്തെ അവർ കുഴപ്പമില്ല. ഓക്കെ. നമസ്കാരം. മരത്താക്കര ഒരു ഹോട്ടലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ചേട്ടനെ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ഒല്ലൂർ നിയോജകമണ്ഡലത്തിൽ ആരാണ് ജയിക്കാനുള്ള സാധ്യത? ജയിക്കാൻ സാധ്യത നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പ്രവർത്തനമൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ BJP ഗവൺമെൻറ്റിന് വരണം. BJP ഗവൺമെൻറ് വരണം എന്നുള്ള. പക്ഷേ ആണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സാധ്യത കുറവാണ് ഒല്ലൂർ മണ്ഡലത്തിൽ. സാധ്യത കുറവാണെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ്. നമസ്കാരം ചേട്ടാ. ആരാണ് ജയിക്കേണ്ടത് എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞോ. എന്നിലുള്ളത് എന്താ വെച്ചാൽ ആരാണ് ഇനിയും ഇവിടെ ഒല്ലൂര് ജയിച്ചു വരേണ്ടത്? ഒല്ലൂര് നല്ലത് ചെയ്താണ് അവർ ജയിച്ചു. ഇവിടെ ആരാണ് ജയിക്കേണ്ടത്? രാജേട്ടൻ ജയിക്കും. രാജേട്ടൻ ജയിക്കും, തർക്കമില്ല. ഇങ്ങനെ ചേട്ടനാകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുന്നത് എന്താണ് ഓരോരോ ഭാഗത്തു നിന്നും കിട്ടുന്ന ഓരോരോ പ്രതികരണങ്ങൾ? രാജേട്ടൻ ജയിക്കുന്നതാണ്, തർക്കമില്ല. കേരളത്തിൽ മുഴുവൻ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? ഇതിപ്പോ വീണ്ടും LDF വരും തന്നെയാണ് പറയാനുള്ളത്. അതെ. പ്രിയ സുഹൃത്തുക്കളെ, ഒല്ലൂരിൻ്റെ ഭാഗമായ മരത്താക്കര ഹൈവേയിലും മരത്താക്കര സെൻട്രലിൽ നിന്നുമാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതായാലും കുറച്ച് പേരുടെ പ്രതികരണങ്ങളാണ് കണ്ടത്. ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. രാഹുൽ വാണിയമ്പാറയാണ്.